നമസ്കാരം, സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. കാസർഗോഡ് ജില്ലാ കലോത്സവം വേദി സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് ഒഴിവായത് വൻ ദുരന്തം. ഇടിയുടെ ആഘാതത്തിൽ ഒരു കാർ തലകീഴായി മറിഞ്ഞു. ഹോസ്ദുർഗ് ചിറ്റാരിക്കാൽ ഉപജില്ലാ കലോത്സവത്തിന് ഒരുക്കങ്ങളായി തുടങ്ങി നിരവധി വാർത്തകളാൽ സമ്പന്നമാണ് ഇന്നത്തെ ദിനവും. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. കാസർഗോഡ് ജില്ലാ കലോത്സവം വേദി സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുന്നു. കൊണ്ടംകുഴി GHSSൽ കലോത്സവം നടത്താനാണ് തീരുമാനമായതെങ്കിലും കലോത്സവ നടത്തിപ്പ് ഏറ്റെടുക്കാൻ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടെന്ന് സ്കൂൾ അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നവംബർ 24 മുതൽ 28 വരെ കലോത്സവം നടത്താനാണ് ഡി ഓഫീസിലേക്ക് അറിയിപ്പ് നൽകിയത്. കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് വൻ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. അപകടത്തിൽ ഒരു കാർ തലകീഴായി മറിഞ്ഞു. ഇക്ബാൽ ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. ഹോസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ കലോത്സവം 28 മുതൽ നവംബർ 1 വരെ കോടോത്ത് ഡോക്ടർ അംബേദ്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി അറിയിച്ചു. ചിറ്റാരിക്കാൽ ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 3 മുതൽ പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. 20 വർഷങ്ങൾക്കു ശേഷമാണ് പാലാവയൽ കലോത്സവത്തിന് ആതിഥ്യമരുളുന്നത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് രാവണീശ്വരം ഒറവുംകരയിൽ നിർമ്മിച്ച കബഡി കോർട്ടിന്റെ ഉദ്ഘാടനം നടന്നു. മന്ത്രി AK ശശീന്ദ്രൻ കബഡി കോർട്ട് നാടിന് സമർപ്പിച്ചു. ശാസ്ത്രീയ അടിത്തറ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് അത്യാവശ്യമുണ്ടെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ചട്ടഞ്ചാലിലെ സ്വാതി ഓഫ്സെറ്റ് പ്രിന്റ് പ്രസിന്റെ നവീകരിച്ച കെട്ടിടവും ഇൻക്യുബേഷൻ സെന്ററും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരിസ്ഥിതി സംരക്ഷണത്തിന് നാട്ടിൻപുറ സ്പീഷീസുകൾ കരുത്താകണമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കാർഷിക ജൈവ വൈവിധ്യ സ്പീഷീസ് പ്രഖ്യാപന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കാസർഗോഡൻ കുള്ളനും ബേടകം തെങ്ങും പുതിയ സ്പീഷീസുകളായി മന്ത്രി പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലാ കലോത്സവം വേദി സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുന്നു. കുണ്ടംകുഴി GHSSൽ കലോത്സവം നടത്താനാണ് തീരുമാനമായതെങ്കിലും കലോത്സവ നടത്തിപ്പ് ഏറ്റെടുക്കാൻ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടെന്ന് സ്കൂൾ അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നവംബർ 24 മുതൽ 28 വരെ കലോത്സവം നടത്താനാണ് ഡി ഓഫീസിലേക്ക് അറിയിപ്പ് നൽകിയത്. കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവം സംബന്ധിച്ച് വേദിയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. കഴിഞ്ഞ മാസം ജില്ലാ പഞ്ചായത്തിൽ ചേർന്ന യോഗത്തിൽ കുണ്ടംകുഴി GHSSൽ വെച്ച് കലോത്സവം നടത്താനാണ് തീരുമാനമായത്. എന്നാൽ കലോത്സവം സംബന്ധിച്ച് ഔദ്യോഗികമായി ഒരറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നും ഇതുകൂടാതെ കുണ്ടംകുഴി സ്കൂളിൽ സ്ഥലപരിമിതിയുണ്ടെന്നും PTA അധികൃതർ പറയുന്നു. കിഫ്ബിയുടെ കെട്ടിടം പണി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിനാൽ ഇത്തവണ കലോത്സവ നടത്തിപ്പ് ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് സ്കൂൾ അധികൃതർ നേരത്തെ അറിയിച്ചതാണെന്നും അവർ വ്യക്തമാക്കി. പകരം സ്കൂൾ കണ്ടെത്തുന്നത് സംബന്ധിച്ച് ഉപജില്ലാ വിദ്യാഭ്യാസ അധികൃതർക്കും വ്യക്തതയില്ല. അതേസമയം റവന്യൂ ജില്ലാ കലോത്സവം കുണ്ടംകുഴിയിൽ നടത്താൻ കഴിയില്ലെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞിട്ടില്ലെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P. ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു. അവിടെ കെട്ടിടത്തിന്റെ ജോലികൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അധികൃതരുമായി ബന്ധപ്പെട്ട് കലോത്സവം അവിടെ തന്നെ നടത്താനാണ് ശ്രമിക്കുന്നതെന്നും ബേബി ബാലകൃഷ്ണൻ അറിയിച്ചു. നവംബർ 24 മുതൽ 28 വരെയാണ് ജില്ലാ കലോത്സവത്തിനായി തീയതി കണ്ടെത്തിയിട്ടുള്ളത്. ഒരു മാസം മുൻപെയെങ്കിലും സംഘാടക സമിതി രൂപീകരിച്ചാലേ കലോത്സവം വിജയകരമാകൂ. തദ്ദേശ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ സംഘാടനത്തിന്റെ ഭാഗമാകുന്ന പൊതുപ്രവർത്തകർക്ക് ഇതിലേക്ക് സമയം കണ്ടെത്താനുള്ള പ്രയാസവുമുണ്ട്. സംസ്ഥാനതല മത്സരത്തിനു മുൻപായി ഉപജില്ലാ ജില്ലാ കലോത്സവങ്ങൾ പൂർത്തീകരിക്കണമെന്നിരിക്കെ ജില്ലാ കലോത്സവം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നത് ആശങ്ക ഉയർത്തുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് വൻ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. അപകടത്തിൽ ഒരു കാർ തലകീഴായി മറിഞ്ഞു. ഇക്ബാൽ ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. രാവിലെ 10 മണിയോടെയാണ് വൻ അപകടമുണ്ടായത്. കാസർഗോഡ് ഭാഗത്തു നിന്നും വന്ന കാർ ഇക്ബാൽ റോഡിലേക്ക് തിരിയുന്നതിനിടെ പുറകിൽ വന്ന മറ്റൊരു കാർ ഇടിച്ചാണ് അപകടം. അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ച് മുന്നിലുണ്ടായിരുന്ന കാർ തലകീഴായി മറിഞ്ഞു. കാർ ഒരു സ്കൂട്ടറിലും ഇടിച്ചു.
തലകീഴായി മറിഞ്ഞ കാറിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇയാൾക്ക് നിസ്സാര പരിക്കേറ്റു. കാറ് പൂർണ്ണമായും തകർന്നു. അപകടത്തിനിടയാക്കിയ കാറ് ഡിവൈഡറിൽ ഇടിച്ച നിലയിലാണ്. ഇക്ബാൽ ജംഗ്ഷനിൽ പോലീസ് നിയന്ത്രണങ്ങൾ മറികടന്ന് വാഹനങ്ങൾ കടന്നു പോകുന്നത് അപകടങ്ങൾ പതിവായിട്ടുണ്ട്. ഇക്ബാൽ ജംഗ്ഷനിൽ നിന്നും കാഞ്ഞങ്ങാട് ടൗണിലേക്ക് പോകേണ്ട വാഹനങ്ങൾ ചെമ്മണ്ണൂർ ജ്വല്ലറിക്ക് സമീപമുള്ള ടേണിലൂടെയാണ് പോകേണ്ടത്. എന്നാൽ പോലീസ് മുന്നറിയിപ്പ് ബോർഡ് ഉണ്ടെങ്കിലും മിക്ക വാഹനങ്ങളും ഇക്ബാൽ ജംഗ്ഷനിൽ നിന്ന് തന്നെ തിരിഞ്ഞു പോകുന്നതാണ് അപകടത്തിനിടയാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ കലോത്സവം 28 മുതൽ നവംബർ 1 വരെ കോടോത്ത് ഡോക്ടർ അംബേദ്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി അറിയിച്ചു. 64ാമത് ഹോസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ കലോത്സവം 28 മുതൽ നവംബർ 1 വരെ കോടോത്ത് ഡോക്ടർ അംബേദ്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. 29-ന് ഉച്ച കഴിഞ്ഞ് 3-ന് കാഞ്ഞിരത്തുങ്കാലിൽ നിന്ന് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര. തുടർന്ന് ഇ ചന്ദ്രശേഖരൻ MLA കലോത്സവം ഉദ്ഘാടനം ചെയ്യും. സന്തോഷ് കീഴാറ്റൂർ മുഖ്യാതിഥിയാകും. കവി വിനയചന്ദ്രൻ കലോത്സവ സുവനീർ പ്രകാശനം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BP ബാലകൃഷ്ണൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 28-ന് സ്റ്റേജ് തരം മത്സരങ്ങൾ ആരംഭിക്കും. കലോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സാംസ്കാരിക സായാഹ്നം കാഞ്ഞങ്ങാട് നഗരസഭ അധ്യക്ഷ KV സുജാത ഉദ്ഘാടനം ചെയ്യും. കോടോംബേളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീജ അധ്യക്ഷത വഹിക്കും. കള്ളാർ, പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ ജനപ്രതിനിധികൾ എന്നിവർ സംബന്ധിക്കും. ഫ്ലാഷ് മോബ്, നാട്ടരങ്ങ്, സാംസ്കാരിക സംഗമം, മെഗാ തിരുവാതിര എന്നിവയും നടക്കും. കലോത്സവത്തിൽ ഉപജില്ലയിലെ 80 സ്കൂളുകളിൽ നിന്ന് 312 ഇനങ്ങളിലായി 4000-ഓളം കുട്ടികൾ പങ്കെടുക്കും. കോടോത്ത് ആദ്യമായി നടക്കുന്ന കലാമാമാങ്കത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീജ, ജനറൽ കൺവീനർ പ്രിൻസിപ്പൽ PM ബാബു, PTA പ്രസിഡന്റ് സൗമ്യ വേണുഗോപാൽ, T കോരൻ, T ബാബു, രാജേഷ് സ്കറിയ, K മാധവൻ, P മോഹനൻ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, രാജപുരം. ചിറ്റാരിക്കാൽ ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 3 മുതൽ പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. 20 വർഷങ്ങൾക്കു ശേഷമാണ് പാലാവയൽ കലോത്സവത്തിന് ആതിഥ്യമരുളുന്നത്. കേരള വിഷന്റെ സഹകരണത്തോടെ കലോത്സവ നഗരിയിൽ പൂർണ്ണമായും സൗജന്യ വൈഫൈ സൗകര്യം ഒരുക്കും. ചിറ്റാരിക്കൽ ഉപജില്ലാ സ്കൂൾ കലോത്സവം അടുത്ത മാസം 3 മുതൽ 6 വരെ പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. 20 വർഷങ്ങൾക്കു ശേഷമാണ് പാലാവയൽ കലോത്സവത്തിന് ആതിഥ്യമരുളുന്നത്. ഉപജില്ലയിലെ 51 വിദ്യാലയങ്ങളിൽ നിന്നായി 3500-ലേറെ വിദ്യാർത്ഥികൾക്കാണ് 6 വേദികളിലായി നടക്കുന്ന കലോത്സവത്തിലെ മത്സരാർത്ഥികളായി എത്തുക. നാളിനു രാവിലെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്യും. കലോത്സവ നഗരിയിൽ ഡിജിറ്റൽ LED സ്ക്രീനിൽ സ്കൂൾ തല പോയിന്റ് നില പ്രദർശിപ്പിക്കും. കേരള വിഷന്റെ സഹകരണത്തോടെ ഇവിടെ പൂർണ്ണമായും സൗജന്യ വൈഫൈ സൗകര്യവും ഒരുക്കും. മത്സരഫലങ്ങൾ കൈറ്റ് വെബ്സൈറ്റിനൊപ്പം വാട്സാപ്പ് ഗ്രൂപ്പുകളിലും തത്സമയം ലഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികളായ ചിറ്റാരിക്കൽ AEO ജസീത ജോൺ, പ്രിൻസിപ്പൽ ഡോക്ടർ മെൻഡലിൻ മാത്യു, സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ജോസ് മാണി കെത്താഴെ, PTA പ്രസിഡന്റ് സോമി ജോർജ്, പ്രധാനാധ്യാപകരായ MV കീതമ്മ, PC സോഫി, മാത്യു അരിക്കാട്ട് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചിറ്റാരിക്കാൽ. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് രാവണീശ്വരം മൊറവുംകരയിൽ നിർമ്മിച്ച കബഡി കോർട്ടിന്റെ ഉദ്ഘാടനം നടന്നു. മന്ത്രി AK ശശീന്ദ്രൻ കബഡി കോർട്ട് നാടിന് സമർപ്പിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കബഡി കോർട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ജില്ലയിലെ കബഡി താരങ്ങൾക്ക് പ്രയോജനകരമാവുന്ന വിധത്തിലാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു നാട്ടിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു കളിസ്ഥലം ഉണ്ടാവുക എന്നത് നാടിന്റെ സ്വപ്നമാണ്. കബഡിയെ നെഞ്ചേറ്റുന്ന രാവണീശ്വരം മുക്കൂടിന് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ അനുവദിച്ച കബഡി കോർട്ട് കോംപ്ലക്സ് രാവണീശ്വരം ഒറവുംകരയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.05 കോടി രൂപ ചെലവിലാണ് കബഡി കോർട്ട് നിർമ്മാണം പൂർത്തിയാക്കിയത്. കബഡി കോർട്ട്, മാറ്റ്, ഡ്രസ്സിംഗ് ആൻഡ് റെസ്റ്റിംഗ് റൂം, സ്റ്റേജ്, ഗ്യാലറി, മേൽക്കൂര, ലൈറ്റ് സംവിധാനങ്ങളോട് കൂടിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. കബഡി കോർട്ട് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അതിൽ ഈ കാസർഗോഡ് ജില്ലയിലെ രാവണീശ്വരത്തെയും ജനങ്ങൾ മാത്രമല്ല, കേരളത്തിലെ കബഡി സ്നേഹിതരായ മുഴുവൻ ആളുകളെയും അഭിവാദ്യങ്ങൾ അവർക്ക് വേണ്ടി ഞാനിവിടെ ഈ ജില്ലയുടെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത്
ബോധമാണ് എല്ലാ ജില്ലാ പഞ്ചായത്തുകളും അതാത് ജില്ലകളുടെ സാമൂഹിക, സാംസ്കാരിക, കലാ, സാമ്പത്തിക മേഖലകളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ്, ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ SN സരിത, അജാനൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണൻ മാസ്റ്റർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MG പുഷ്പ, വാർഡ് മെമ്പർ M ബാലകൃഷ്ണൻ, അജാനൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ P മിനി, കരീം ചന്ദേര, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാലകൃഷ്ണൻ, മുൻ അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ദാമോദരൻ, മൂലക്കണ്ടം പ്രഭാകരൻ, A തമ്പാൻ, K ബാലകൃഷ്ണൻ, KC മുഹമ്മദ് കുഞ്ഞി, PA ശകുന്തള, O മോഹനൻ, K ദീപുരാജ് എന്നിവർ സംസാരിച്ചു. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ സ്വാഗതവും സംഘാടക സമിതി വൈസ് ചെയർമാൻ C രവി നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വെച്ച് കബഡി കോർട്ടിന്റെ നിർമ്മാണം ഏറ്റെടുത്ത് പണി പൂർത്തിയാക്കിയ നിർമ്മിതി കേന്ദ്രം പ്രൊജക്ട് എഞ്ചിനീയർ ബിന്ദു, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫമീസ് എന്നിവരെ മന്ത്രി AK ശശീന്ദ്രൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. റെഡ് സ്റ്റാർ മുക്കൂട് വടംവലി ടീമിന്റെ ജേഴ്സി പ്രകാശനവും ചടങ്ങിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, രാമണീശ്വരം. ശാസ്ത്രീയ അടിത്തറ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് അത്യാവശ്യമുണ്ടെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ചട്ടഞ്ചാലിലെ സ്വാതി ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസിന്റെ നവീകരിച്ച കെട്ടിടവും ഇൻക്യുബേഷൻ സെന്ററും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വനിതാ കൂട്ടായ്മയുടെ കരുത്തിൽ കുടുംബശ്രീ ഗ്രൂപ്പ് യൂണിറ്റായി അഭിമാന നേട്ടമുണ്ടാക്കിയ ചട്ടഞ്ചാലിലെ സ്വാതി ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസിന്റെ നവീകരിച്ച കെട്ടിടവും ഇൻക്യുബേഷൻ സെന്ററും മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ശാസ്ത്രീയ അടിത്തറ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് അത്യാവശ്യമാണെന്നും പ്രകൃതി സംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണവും സംരക്ഷിക്കാനുള്ള കടമയായി കുടുംബശ്രീ ഏറ്റെടുക്കണമെന്നും AK ശശീന്ദ്രൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പോയ വർഷങ്ങളിൽ കുടുംബശ്രീ സംസ്ഥാനത്ത് ആകെ കൈവരിച്ച നേട്ടങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു നേട്ടമായിട്ടാണ് കണക്കാക്കുന്നത്. നമുക്ക് ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകാനുണ്ട്. വിശ്വസനീയമായ ഒരു സ്ഥാപനം എന്ന നിലയിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന നിങ്ങളെ പാഠമാക്കാൻ പലരും ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് ഇനിയും പുതിയ പാഠങ്ങൾ നൽകാനുള്ള കരുത്ത്, പുതിയ സംരംഭങ്ങൾ തേടിയുള്ള, പുതിയ മേഖലകൾ തേടിയുള്ള അന്വേഷണവും ശാസ്ത്രീയമായ പരിശോധനയും നിഗമനങ്ങളിലും എത്താനുള്ള ശാസ്ത്രീയ അടിത്തറ കൂടി ഇനി കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ആവശ്യമാണ്. യുക്തിസഹമായ ശാസ്ത്രീയമായ പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള, പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള സംരംഭങ്ങളിലൂടെ പ്രകൃതി സംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണവും കുടുംബശ്രീ യൂണിറ്റുകളുടെ കടമയായി ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്ന് കൂടി അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സംരംഭം ആഹ്ലാദപൂർവ്വം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. ഉദുമ MLA CH കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KP ബാലകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, സംസ്ഥാന പ്രോഗ്രാം മാനേജർ അനീഷ് കുമാർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഇൻക്യുബേഷൻ റൂം ഉദ്ഘാടനം MLA CH കുഞ്ഞമ്പുവും, കമ്പ്യൂട്ടർ റൂം ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണനും, കട്ടിംഗ് മെഷീൻ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂറും, പാക്കിംഗ് മെഷീൻ ഉദ്ഘാടനം ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോടും, വാഹനത്തിന്റെ താക്കോൽദാനം ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കറും, ത്രെഡ് സ്റ്റിച്ചിംഗ് മെഷീൻ ഉദ്ഘാടനം CDS ചെയർപേഴ്സൺ മുംതാസ് അബൂബക്കറും നിർവഹിച്ചു. ഓരോ ജില്ലയിലും വിവിധ മേഖലയിലുള്ള മികച്ച സംരംഭങ്ങളെയാണ് ഇൻക്യുബേഷൻ സെന്ററായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2003 മുതൽ കുടുംബശ്രീയുടെ ഗ്രൂപ്പ് യൂണിറ്റായി ആരംഭിച്ച് കഴിഞ്ഞ 23 വർഷമായി കാസർഗോഡ് ജില്ലയിലെ പ്രിന്റിംഗ് മേഖലയിലെ സ്ത്രീകളുടെ മുന്നേറ്റമായി മാറാൻ കഴിഞ്ഞ സ്വാതി പ്രിന്റിംഗ് പ്രസ്സാണ് ജില്ലയിലെ ഇൻക്യുബേഷൻ സെന്ററായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ചെമ്മനാട് പഞ്ചായത്ത് കോലാംകുന്നിൽ അയൽക്കൂട്ട അംഗങ്ങൾ 1500 രൂപ അയൽക്കൂട്ട വിഹിതമായി ഒരു കമ്പ്യൂട്ടറും പ്രിന്ററുമായി ആരംഭിച്ച സ്വാതി പ്രിന്റിംഗ് പ്രസ് ഇന്ന് 65 ലക്ഷത്തോളം ആസ്തിയുള്ള കാസർഗോഡ് കുടുംബശ്രീ മിഷന്റെ കീഴിലെ ഏറ്റവും വലിയ സംരംഭ മാതൃക കൂടിയാണ്. സെന്ററിൽ പരിശീലന മികവിനുള്ള സ്മാർട്ട് റൂം സൗകര്യവും പ്രാക്ടിക്കൽ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. കുടുംബശ്രീയുടെ സൂക്ഷ്മ സംരംഭ യൂണിറ്റുകളായി മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന യൂണിറ്റുകളെ തിരഞ്ഞെടുത്തോ വിവിധ മേഖലയിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് യൂണിറ്റിൽ നിന്നും പരിശീലനം നൽകി യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനുള്ള പിന്തുണാ സഹായം ലഭ്യമാക്കുക എന്നതാണ് ഇൻക്യുബേഷൻ സെന്റർ ലക്ഷ്യമിടുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ചട്ടഞ്ചാൽ കുന്നറയിലെ വ്യവസായ പാർക്കിലാണ്
സ്വാതി ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസിന്റെ നവീകരിച്ച കെട്ടിടവും ഇൻക്യുബേഷൻ സെന്ററും പ്രവർത്തിക്കുന്നത്. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മൻസൂർ കുരിക്കൾ, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീമ അൻസാരി, ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷംസുദ്ദീൻ തെക്കിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ അബൂബക്കർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ രമാ ഗംഗാധരൻ, വാർഡ് മെമ്പർമാരായ ടി പി നിസാർ, രാജൻ കെ പൊയ്നാച്ചി, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരായ ഡി ഹരിദാസ്, കിഷോർ കുമാർ, സി എം സൗദ, ചെമ്മനാട് CDS ചെയർപേഴ്സൺ മുംതാസ് അബൂബക്കർ, കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ KT ജിതീൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ സ്വാഗതവും സ്വാതി പ്രിന്റിംഗ് പ്രസ് സെക്രട്ടറി K പത്മിനി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പരിസ്ഥിതി സംരക്ഷണത്തിന് നാട്ടിൻപുറ സ്പീഷീസുകൾ കരുത്താകണമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കാർഷിക ജൈവ വൈവിധ്യ സ്പീഷീസ് പ്രഖ്യാപന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കാസർഗോഡൻ കുള്ളനും ബേഡകം തെങ്ങും പുതിയ സ്പീഷീസുകളായി മന്ത്രി പ്രഖ്യാപിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പ്രതിരോധശേഷിയുള്ള നാട്ടിൻപുറ സ്പീഷീസുകളുടെ സംരക്ഷണം അത്യാവശ്യമാണെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കാർഷിക ജൈവ വൈവിധ്യ സ്പീഷീസ് പ്രഖ്യാപന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കാസർഗോഡൻ കുള്ളനും ബേഡകം തെങ്ങും പുതിയ സ്പീഷീസുകളായി പ്രഖ്യാപിച്ചു. ജൈവ വൈവിധ്യ നാശം പ്രകൃതി നാശത്തിലേക്കും അതിനുശേഷം മനുഷ്യനാശത്തിലേക്കുമാണ് നയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലയിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിൽ ഫലപ്രദമായ പ്രവർത്തനം നടത്തിയ കാസർഗോഡ് ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ മന്ത്രി പ്രശംസിച്ചു. അഭിവാദ്യങ്ങൾ ഇവിടെ നേരുകയാണ്. അതേപോലെ തന്നെയാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് അന്യം നിന്നു പോകുന്ന കുറേ വൃക്ഷങ്ങളും ജീവജാലങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ആ ജീവജാലങ്ങളുടെ നാശമുണ്ടാകുന്നത് സ്വമേധയാ അങ്ങനെ ഉണ്ടാകുന്നതല്ല, നമ്മുടെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്നതാണ്. കാസർഗോഡ് ജില്ല വയലേലകളുടെയും ഒരു നാടായിരുന്നു, കാർഷിക മേഖലയായിരുന്നു. എന്തുകൊണ്ടാണ് കാർഷിക മേഖലയിൽ നിന്നും നമുക്ക് പിന്നോട്ട് പോകേണ്ടി വന്നത്? ഇപ്പോൾ കീടനാശിനികൾ ഉപയോഗിച്ചാണ് ആ മേഖലയെ സംരക്ഷിക്കാൻ നമ്മൾ ശ്രമിച്ചത്. പക്ഷേ കീടനാശിനികൾ ഉപയോഗിച്ച് ചെയ്യുന്നതിൻ്റെ ദുരന്തം അനുഭവിക്കുന്ന ഒരു മേഖല കൂടിയാണ് നമ്മുടെ ഈ മേഖല. സാധാരണ നെൽവയലുകളിൽ വ്യാപകമായി കണ്ടുവരുന്ന കീടങ്ങളെ ആരാണ് നശിപ്പിക്കാറ് എന്ന് പഴയ തലമുറക്കറിയാം. അവരിവിടെ ഇരിക്കുന്നുണ്ട്. തവളകളാണ് കീടങ്ങളെ തിന്ന് നശിപ്പിക്കുന്നത്. തവളകളെ നമ്മൾ സാമ്പത്തിക താല്പര്യം മുന്നിൽ വെച്ചുകൊണ്ട് വിദേശത്തേക്ക് കയറ്റി അയക്കാൻ തുടങ്ങിയ അന്നു മുതലാണ് വയലേലകളിൽ തവളകളുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയാതെ പോയത് എന്ന ഒരു ചരിത്ര സത്യം നമ്മുടെ മുമ്പിലുണ്ട്. നേരത്തെ കൃഷിയിടങ്ങളിലെ തവളകൾ കീടങ്ങളെ തടയുന്നതിനാൽ രാസകീടനാശിനികളുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് രാസവസ്തുക്കളുടെ അമിതോപയോഗം മൂലം തവളകളെ കാണാനില്ലെന്നും ഈ രാസവസ്തുക്കൾ മനുഷ്യാരോഗ്യത്തെയും ആഹാര ശൃംഖലയെയും ദോഷകരമായി ബാധിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഒരു തൈ നടാം ക്യാമ്പയിൻ കാസർഗോഡ് ജില്ലാ പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു. ഉദുമ MLA CH കുഞ്ഞമ്പു MLA ചടങ്ങിൽ മുഖ്യാതിഥിയായി. ജൈവവൈവിധ്യ സംരക്ഷണത്തിന് മികച്ച സംഭാവന നൽകിയ വ്യക്തികൾക്ക് പുരസ്കാരങ്ങളും ബഹുമതികളും മന്ത്രി AK ശശീന്ദ്രനും MLA CH കുഞ്ഞമ്പുവും ചേർന്ന് നൽകി. ബയോം 2025 എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. എല്ലാ സ്പീഷീസുകൾക്കും ജീവിക്കാൻ അവകാശമുണ്ടെന്നും മനുഷ്യൻ ജലാശയങ്ങളും വായുവും മലിനമാക്കുന്നുവെന്നും അതിലൂടെ മറ്റു ജീവികൾക്ക് നിലനിൽപ്പിനും ഭീഷണിയുണ്ടാകുന്നുവെന്നും MLA പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BP ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ V ബാലകൃഷ്ണൻ പുതിയ സ്പീഷീസുകളും പ്രഖ്യാപനവും ബ്രോഷറും പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K ശകുന്തള, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിത SN, SPCയുടെ NOT തമ്പാൻ, വിദഗ്ധ സമിതി അംഗങ്ങൾ ഡോക്ടർ C തമ്പാൻ, ഡോക്ടർ P ബിജു, കാസർഗോഡൻ കുള്ളൻ സംരക്ഷകൻ PK ലാൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ M ധന്യ, ജീൻ ലവീന മെന്താരോ, P ലക്ഷ്മി, ഗദീജത്ത് റിസാന, K കുഞ്ഞിരാമൻ, PP പ്രസന്നകുമാരി, S പ്രീത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അജാനൂർ പഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ CDS ബാക്ക് ടു ഫാമിലി 4th ബാച്ച് രാവണീശ്വരം സ്കൂളിൽ വെച്ച് നടന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പുഷ്പ MG ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. അജാനൂർ പഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ CDS ബാക്ക് ടു ഫാമിലി 4th ബാച്ച് രാവണീശ്വരം സ്കൂളിൽ വെച്ച് നടന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പുഷ്പ MG ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു.
നമുക്കറിയാം കുടുംബശ്രീ അല്ലേ, നമ്മളെ കുടുംബശ്രീ രൂപം കൊണ്ടിട്ട് നമുക്ക് ഒരുപാട് വർഷങ്ങളായി അല്ലേ. അപ്പോൾ ഇതും ഇനിയും നമ്മളെ കുടുംബശ്രീയെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെയിലൊന്നും നമുക്ക് പ്രശ്നമല്ല, നമുക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ വെയിൽ കൊള്ളുന്നതല്ലേ, നമ്മളെ കുടുംബശ്രീക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം നമ്മളെ അജാനൂർ പഞ്ചായത്തിൽ ഒരുപാട് കുടുംബശ്രീ ഇപ്പോൾ മോഡൽ കുടുംബശ്രീ CDS ആയിട്ട് നമുക്ക് പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. അതുകൊണ്ട് നമ്മുടെ കുടുംബശ്രീയുടെ വളർച്ച എന്തെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റി. നമുക്കറിയാം ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് കുടുംബശ്രീക്ക് തരുന്നത്. അപ്പം അത് നമുക്ക് ഓരോ കുടുംബശ്രീ ചേരുമ്പോഴും നമുക്കറിയാം ഒരുപാട് പ്രവർത്തനങ്ങൾ തരുമ്പോൾ എന്തെന്ന് കുടുംബശ്രീയിലാന്നെല്ലാം നമുക്ക് കുടുംബശ്രീയിലാന്നെല്ലാം നമ്മൾ ഒരു പ്രശ്നം പറയുന്നുണ്ട്. അപ്പം അത് നമുക്ക് എന്തായാലും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ക്ലാസ്സോട് കൂടിയിട്ട് നമുക്ക് കഴിയണം. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബശ്രീയിലൂടെ നടപ്പിലാക്കുന്ന ബാക്ക് ടു ഫാമിലി 4 വിഷയങ്ങളാണുള്ളത്. സുരക്ഷിത ബാല്യം, മികവാർന്ന രക്ഷാകർതൃത്വം, കുടുംബം, ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം. പരിശീലനം ലഭിച്ച RPമാരാണ് ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. ഇന്നത്തെ പരിപാടി 1-ാം വാർഡ് മെമ്പർ മിനി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ CDS ചെയർപേഴ്സൺ സ്വാഗതം പറഞ്ഞു. വാർഡ് ADS സെക്രട്ടറി നന്ദി അർപ്പിച്ച് സംസാരിച്ചു. 65 അയൽക്കൂട്ടങ്ങളിൽ നിന്നായി 600ഓളം അംഗങ്ങൾ പങ്കെടുത്തു. അജാനൂർ CDSന്റെ സമാപന പരിപാടി നാളെ വെള്ളിക്കുത്ത് സ്കൂളിൽ വെച്ച് നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അഗ്രോ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ വാർഷിക പൊതുയോഗം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ആഗ്രോ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ വാർഷിക പൊതുയോഗം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പൊതുയോഗം ചെയർമാൻ തൈവളപ്പിൽ രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്തായാലും വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പച്ചക്കറിയായാലും മറ്റു കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കാര്യങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തായാലും ചെയ്യുന്നു. പക്ഷേ ഇപ്പോഴും ആളുകൾ പൂർണ്ണമായും ഇതിലേക്ക് വരാത്തൊരവസരമില്ലത്. പിന്നെ അതുപോലെ കാലാവസ്ഥ, നമുക്ക് ഉണ്ടാക്കിയ സാധനങ്ങൾ മാർക്കറ്റിനകത്ത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ പൊതുവിലുണ്ട്. എന്നാലും വലിയ രീതിയിൽ ഈ മേഖലയ്ക്കകത്ത് സർക്കാർ ഇടപെടുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സംവിധാനം നല്ല രീതിയിൽ ഇടപെടുന്ന അവസ്ഥ. ഇപ്പോൾ തന്നെ നമ്മൾ പുതിയ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്നോവേഷൻ ക്ലസ്റ്റർ എന്നൊരു പദ്ധതി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ നടപ്പാക്കിയാണ്. പ്രവർത്തന റിപ്പോർട്ടും ഓഡിറ്റ് റിപ്പോർട്ടും കമ്പനി CEO ധന്യ രാജേഷ് അവതരിപ്പിച്ചു. ഇസാഫ് CBPO സ്റ്റേറ്റ് കോർഡിനേറ്റർ റോയ് പദ്ധതി വിശദീകരണം നടത്തി. A രാജൻ സ്വാഗതവും തങ്കരാജ് മാണിക്കോത്ത് നന്ദിയും പറഞ്ഞു. പുതിയ ഭരണസമിതി അംഗങ്ങളെ പൊതുയോഗം തിരഞ്ഞെടുത്തു. തങ്കരാജ് മാണിക്കോത്ത് ചെയർമാനായും രാമകൃഷ്ണൻ തൈവളപ്പിൽ വൈസ് ചെയർമാനായും തിരഞ്ഞെടുത്ത ഭരണസമിതിയിൽ രാജൻ മടിക്കൈ, ശോഭ T, മധുസൂദനൻ PP, പ്രഭാകരൻ C, സുരേന്ദ്രൻ KV, കുഞ്ഞികൃഷ്ണൻ C, പ്രസന്നകുമാരി, വിജയൻ, രവി വാഴുന്നോറടി, അഡ്വക്കേറ്റ് ആശാലത, ബേബി കരിപ്പൊടി, M രവീന്ദ്രൻ, K ഉണ്ണി എന്നിവരെ പുതിയ ഭരണസമിതി അംഗങ്ങളായും തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ക്രിയേറ്റീവ് കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വയലാർ അനുസ്മരണവും വയലാർ കവിതാ പുരസ്കാര സമർപ്പണവും നവംബർ 2 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലയാളത്തിന്റെ അനശ്വര കവി വയലാർ രാമവർമ്മയുടെ 50ാമത് സ്മൃതി ദിനം കാഞ്ഞങ്ങാട്ടെ കലാസാംസ്കാരിക വേദിയായ ക്രിയേറ്റീവ് കാഞ്ഞങ്ങാട് വിപുലമായ പരിപാടികളോടെ ആചരിക്കും. നവംബർ 2 ഉച്ചയ്ക്ക് 2:30 ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടക്കുന്ന പരിപാടികൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്ത് വയലാർ അനുസ്മരണ പ്രഭാഷണം നടത്തും. ക്രിയേറ്റീവ് പ്രസിഡന്റ് സുകുമാർ ആശീർവാദ് അധ്യക്ഷത വഹിക്കും. ക്രിയേറ്റീവ് സെക്രട്ടറി വിനോദ് ആവിക്കര സ്വാഗതം പറയും. ഡോക്ടർ P മഞ്ജുള വയലാർ കവിതാ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തും. വയലാർ കവിതാ രചനാ മത്സരത്തിൽ വിജയം നേടിയ വിദ്യാർത്ഥിക്ക് കോഴിക്കോട് കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറും ക്രിയേറ്റീവിന്റെ രക്ഷാധികാരിയുമായ ഡോക്ടർ ഖാദർ മാങ്ങാട് വയലാർ പുരസ്കാരം സമർപ്പിക്കും. ക്രിയേറ്റീവ് കാഞ്ഞങ്ങാടിന്റെ പുതിയ അംഗങ്ങൾക്കായി ഏർപ്പെടുത്തിയ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ, അംഗത്വ വിതരണം പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനും ക്രിയേറ്റീവിന്റെ ഉപദേഷ്ടാവുമായ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ നിർവഹിക്കും. കവിതാ രചനാ മത്സരം സംഘടിപ്പിച്ചു എന്നുള്ളത് വളരെ ആഹ്ലാദകരമായ ഒരു കാര്യമാണ്. സാധാരണ ഇത്തരം അനുസ്മരണ പരിപാടികളുടെ കൂടെ ഗാനാലാപന മത്സരങ്ങളാണ് സ്ഥിരമായിട്ട് ആളുകൾ സംഘടിപ്പിക്കുക. രചനാ മത്സരങ്ങൾ കൂടി സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ക്രിയേറ്റീവ് എന്ന വാക്ക് സർഗാത്മകതയുടെ ഒരു പര്യായം എന്ന പോലെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് കൂടുതൽ അർത്ഥവത്തായിട്ട് മാറുകയാണ്. അതിന്റെ സംഘടന, അതിന്റെ ദൗത്യം വളരെ കൃത്യമായി പൂർത്തിയാക്കുകയാണ് എന്ന് പറയാൻ പറ്റും. ഇവിടെ ഏതാണ്ട് 10ഓളം കവിതകളാണ് നമ്മുടെ ജില്ലയിലെ വിദ്യാർത്ഥികളിൽ നിന്ന്
ലഭിച്ചത്. അതിൽ നമ്മൾ തെരഞ്ഞെടുത്ത ഒന്നാം സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത് ശിവദ പൂക്കൾ എഴുതിയ അത് ഞാൻ തന്നെ എന്ന കവിതയാണ്. ശിവദ വള്ളിക്കോത്ത് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കലാപരിപാടികൾക്ക് തുടക്കം കുറിച്ച വയലാർ ഗാനങ്ങൾ ആസ്പദമാക്കി ഡോക്ടർ കെ വിദ്യ നൃത്താവിഷ്കാരം അവതരിപ്പിക്കും. തുടർന്ന് പ്രമുഖ ഗായകൻ അശോക് കുമാറിന്റെ നേതൃത്വത്തിൽ വയലാർ സ്മൃതി ഗീതങ്ങളും അരങ്ങേറും. കണ്ണൂർ സർവകലാശാല മുൻ മലയാള വിഭാഗം തലവനും ക്രിയേറ്റീവ് രക്ഷാധികാരിയുമായ ഡോക്ടർ എം ശ്രീധരൻ, ഡോക്ടർ കെ വി സജീവൻ, ഡോക്ടർ പി മഞ്ജുള എന്നിവരടങ്ങിയ ജഡ്ജിംഗ് പാനലാണ് വയലാർ കവിതാ പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്രിയേറ്റീവ് പ്രസിഡന്റ് സുകുമാർ ആശീർവാദ്, സെക്രട്ടറി വിനോദ് ആവിക്കര, ക്രിയേറ്റീവ് ഉപദേഷ്ടാവ് ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, ഡോക്ടർ കെ വി സജീവൻ, ഡോക്ടർ പി മഞ്ജുള, ക്രിയേറ്റീവ് ട്രഷറർ സത്താർ ആവിക്കര എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മണ്ഡലം വാർഷിക സമ്മേളനം നടന്നു. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മണ്ഡലം വാർഷിക സമ്മേളനം നടന്നു. ഹോസ്ദുർഗ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ KSSPA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി രത്നാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൂടുതൽ ഒന്നും പറയുന്നില്ല. എന്നാലും ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞുമാഷ്, സംസ്ഥാന വനിതാ ഫോറം സെക്രട്ടറി സരോജിനി ടീച്ചർ, നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ KP ബാലകൃഷ്ണൻ, മറ്റു ജില്ലയിലെയും മണ്ഡലത്തിന്റെയും നിയോജകമണ്ഡലത്തിലെയും ഭാരവാഹികളെ, ഇതിൽ നമ്മുടെ ആൾക്കാർ കൂടുതൽ സംസാരിക്കാറുണ്ട്. ഭാവിയിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലമാണ് കാഞ്ഞങ്ങാട് മണ്ഡലം. KSSPA കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് കെ ബലരാമൻ അധ്യക്ഷത വഹിച്ചു. KSSPA ജില്ലാ പ്രസിഡന്റ് PP കുഞ്ഞമ്പു മുഖ്യപ്രഭാഷണം നടത്തി. KSSPA സംസ്ഥാന കമ്മിറ്റി ക്ഷണിതാവ് KP ബാലകൃഷ്ണൻ, KSSPA കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് KK വർഗീസ്, U ശേഖരൻ നായർ, CP ഉണ്ണികൃഷ്ണൻ, K കുഞ്ഞികൃഷ്ണൻ പെരിയ, KK ഹരിശ്ചന്ദ്രൻ, V രാധാകൃഷ്ണൻ, ലസിത PP, ഭാഗ്യലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിൽ വച്ച് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിസെപ് പ്രീമിയം വർധനവിൽ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ സ്ഥാപിച്ച സോളാർ പാനൽ, വാട്ടർ പ്യൂരിഫയർ, ഓട്ടോമാറ്റിക് പ്രഷർ ചെക്ക് സംവിധാനങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 45 ലക്ഷം രൂപ ചെലവിട്ട് സ്ഥാപിച്ച സോളാർ പാനൽ, വാട്ടർ പ്യൂരിഫയർ, ഓട്ടോമാറ്റിക് പ്രഷർ ചെക്ക് എന്നിവയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ നിർവഹിച്ചു. പക്ഷെ നമുക്കറിയാലോ, അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം. അതിനോട് കടപിടിക്കുന്നതെന്ന് മാത്രമല്ല, പ്രത്യേകിച്ചും കേരളത്തിലെ കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തെ ആരോഗ്യ സംവിധാനം, ഇവിടെ പ്രിയപ്പെട്ട ടീച്ചറമ്മ ഈ താലൂക്ക് ആശുപത്രിയിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയാകും ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഏറ്റെടുത്തു. പിന്നീട് അങ്ങോട്ട് അതിലെല്ലാവർക്കും, അതിൽ നമ്മുടെ ത്രിതല സംവിധാനം, MLA, MP, അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ, പ്രത്യേകിച്ചും ആരോഗ്യ വകുപ്പും വളരെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് നമുക്ക് ഇന്ന് എല്ലാവർക്കും ഈ ആശുപത്രിയെ സമീപിക്കാനും നമുക്ക് ആരോഗ്യ ചികിത്സ നേടാൻ കഴിയുന്നത്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ഭാവ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ലക്ഷ്മി, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ VV സുനിത, M സുമേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C ചന്ദ്രമതി, അഞ്ജന അജയൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 5 പേർക്ക് സഹായം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഹോസ്ദുർഗ് യൂണിറ്റ് കുടുംബമേള സംഘടിപ്പിച്ചു. കാരാട്ടുവയൽ പെൻഷൻ ഭവനിലാണ് മേള നടന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഹോസ്ദുർഗ് യൂണിറ്റ് കുടുംബമേള സംഘടിപ്പിച്ചു. ഡയറ്റീഷ്യൻ ക്ലാസും നടന്നു. കാരാട്ടുവയൽ പെൻഷൻ ഭവനിലാണ് കുടുംബമേള നടന്നത്. P രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്താകമാനമുള്ള എല്ലാ യൂണിറ്റുകളിലും വളരെ ഭംഗിയായി
കുടുംബവേള നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ലേശം ആൾക്കാരുടെ എണ്ണം കുറച്ച് കുറഞ്ഞു മാത്രമേ ഉള്ളൂ. 200-ഓളം മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഈ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഭാര്യ മക്കളൊക്കെ ആകുമ്പോൾ 100-300 ആളെല്ലാം വേണ്ടേ? അല്പം കുറഞ്ഞ് വലിയ സാധനമില്ല. നമുക്ക് അടുത്ത വർഷത്തെ കുടുംബവേള, ഇന്നത്തെ കുടുംബവേളയുടെ ഗൗരവം അവരിലേക്ക്, ഇന്ന് വരാത്തവരിലേക്ക് നമ്മൾ അറിയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അടുത്തവരൊന്ന് പോകണം എന്നവർക്ക് തോന്നും. അങ്ങനെ തോന്നിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പരിപാടികൾ നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിക്കണം. ഇതാണ് നമ്മൾ സൂചിപ്പിക്കാനുള്ളത്. ഇത്തവണ നമ്മൾ മുൻക് വർഷങ്ങളെ അപേക്ഷിച്ച് തെക്കൻ ഭാഗത്തുള്ള പല ജില്ലകളിലും വളരെ വിപുലമായി ഈ കുടുംബമേള നടത്തുന്നുണ്ട്. കേവലം യൂണിറ്റുകൾ മാത്രമല്ല, അതിൻ്റെ ബ്ലോക്ക് തലത്തിലും മത്സരങ്ങൾ നടത്തുന്നു, ജില്ലാ തലത്തിലും കുടുംബമേളയൊക്കെ നടത്തുന്നുണ്ട്. വി ഭവ്യലക്ഷ്മി ഡയറ്റീഷ്യൻ ക്ലാസ് എടുത്തു. കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. SLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പെൻഷൻ മെമ്പർമാരുടെ മക്കളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. ചടങ്ങിൽ വെച്ച് ഡോക്ടർ ബിരുദം ഉന്നത വിജയം നേടിയ ഡോക്ടർ റോഹൻ രവി, ഡിസ്റ്റിങ്ഷൻ നേടിയ ഭവ്യലക്ഷ്മി, കേരളോത്സവം പെയിന്റിംഗ് സംസ്ഥാന വിജയി കിരൺ ദാസ് എന്നിവരെ അനുമോദിച്ചു. കെ ചന്ദ്രശേഖരൻ, കെ പരമേശ്വരൻ, VV ബാലകൃഷ്ണൻ, കെ കുഞ്ഞികൃഷ്ണൻ, മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. കെ നിർമ്മല സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മെഡിസെറ്റ് ചികിത്സാ പദ്ധതിയിൽ പെടുന്നവർക്ക് സഹായമാകുന്ന തരത്തിൽ പ്രീമിയം തുക വർദ്ധിപ്പിക്കാതെ തന്നെ മുഴുവൻ സ്വകാര്യ സർക്കാർ ആശുപത്രികളെയും പാനലിൽ ഉൾപ്പെടുത്തണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചെറുവത്തൂർ മണ്ഡലം സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഫാർമേഴ്സ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കാസർഗോഡ് DCC ജനറൽ സെക്രട്ടറി KV സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിലെ കാറ്റിൽ പാസ് ഒഴിവാക്കി വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും കടന്നുപോകാൻ കഴിയുന്ന തരത്തിൽ അണ്ടർപാസ് നിർമ്മിക്കാൻ ദേശീയപാത അതോറിറ്റി അധികൃതർ നടപടി കൈക്കൊള്ളണമെന്ന് സമ്മേളനം അംഗീകരിച്ച മറ്റൊരു പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. ഫാർമേഴ്സ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കാസർഗോഡ് DCC ജനറൽ സെക്രട്ടറി KV സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതൊരു വിഷയമാകും എന്നുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ ചില വ്യക്തികൾ ചാരി വെച്ചുകൊണ്ട് ഞങ്ങളൊക്കെ അതിലെ പങ്കാളികളാണ് വെട്ടിത്തീർക്കാൻ വേണ്ടി നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് 2 ദിവസമായി നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റ് മുഖ്യ പങ്കാളിത്തം വഹിക്കുന്ന പെൻഷനേഴ്സ് അസോസിയേഷൻ മണ്ഡലം പ്രസിഡന്റ് KK കുമാരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന കൗൺസിലർ KV രാഘവൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം രാജേന്ദ്രൻ പയ്യാടക്കത്ത്, V കൃഷ്ണൻ മാസ്റ്റർ, P ദാമോദരൻ നമ്പ്യാർ, ദാമോദരൻ മുട്ടത്ത്, MK ദിവാകരൻ, രവീന്ദ്രൻ കൊക്കോട്ട്, O ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, മയിച്ച, P ഗോവിന്ദൻ, PK ഭാസ്കരൻ, V വേണുഗോപാലൻ, K ആശാലത, TR സംഗീത, C കുഞ്ഞബ്ദുള്ള മാസ്റ്റർ, KV കരുണാകരൻ, TV ലത, K ശശിധരൻ എന്നിവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനത്തിൽ പിലാങ്കു മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിന് P രാമചന്ദ്രൻ അടിയോടി വരണാധികാരിയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. സ്മാർട്ട് പെരിയ കാസർഗോഡ് ആസ്റ്റർ മിംസ് ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സ്മാർട്ട് പെരിയ കാസർഗോഡ് ആസ്റ്റർ മിംസ് ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പെരിയ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. പ്രക്രിയയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് മംഗലാപുരത്തെയാണ്. ഏത് ചെറിയ രോഗങ്ങൾക്ക് പോലും മംഗലാപുരത്തെ ആശ്രയിക്കേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ നാട് അതൊരു രീതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സ്മാർട്ട് പെരിയ പ്രസിഡന്റ് KI ശ്രീവത്സൻ അധ്യക്ഷത വഹിച്ചു. ആസ്റ്റർ മിംസ് കമ്മ്യൂണിറ്റി കണക്റ്റിംഗ് മാനേജർ മധുസൂദനൻ ക്യാമ്പ് വിശദീകരിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MK ബാബുരാജ്, പുല്ലൂർ പെരിയ 17ാം വാർഡ് മെമ്പർ T രാമകൃഷ്ണൻ നായർ, സ്മാർട്ട് പെരിയ മുൻ പ്രസിഡന്റുമാരായ V കുമാരൻ മാസ്റ്റർ, A വിജയൻ നായർ, തങ്കമണി എന്നിവർ സംസാരിച്ചു. സ്മാർട്ട് പെരിയ ജോയിന്റ് സെക്രട്ടറി കോരൻ കുന്നുമ്മൽ സ്വാഗതവും ട്രഷറർ ഗൗരി പള്ളയിൽ നന്ദിയും പറഞ്ഞു. ആസ്റ്റർ മിംസിലെ ജനറൽ മെഡിസിൻ, ഓർത്തോ, ജനറൽ സർജറി വിഭാഗത്തിലെ ഡോക്ടർമാരായ ഡോക്ടർ അഷിത, ഡോക്ടർ അഖിൽ, ഡോക്ടർ സമീൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പെരിയയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
അജാനൂർ ഗ്രാമപഞ്ചായത്ത് വയോജന സംഗമം മഴവില്ല് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ഉദ്ഘാടനം ചെയ്തു. ഒപ്പം കളിയും ചിരിയും പാട്ടുമായി സനൽ പാടിക്കാനവും. അജാനൂർ പഞ്ചായത്ത് സംഘടിപ്പിച്ച വയോജന സംഗമം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് നടന്നത്. കിഴക്കുങ്കര ചൈതന്യ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ ഭരണസമിതി വരികയാണ്. നിങ്ങൾക്ക് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള വയോജന സംഗമങ്ങൾ തീർച്ചയായും നടത്തുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൂടാതെ തന്നെ നമുക്കറിയാം നമ്മുടെ ബാല്യം, നമ്മുടെ ആ ഒരു യൗവനത്തിൽ മാറി സമയവും നമ്മുടെ സമൂഹത്തിനും നാടിനു വേണ്ടി നമ്മുടെ തന്നെ സമർപ്പിച്ച് ഇരിക്കുന്നവരാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ വാർദ്ധക്യകാലത്തിന്റെ അവസാന അധ്യായത്തിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് സ്നേഹവും സാന്ത്വനവും തണലും കൈത്താങ്ങും ഒക്കെ വേണ്ട ആളുകളാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ തനിച്ചല്ല, ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ട്. മഴവില്ല് എന്ന ഒരു വയോജന സംഘമാണ്, മഴവില്ല് എന്ന പേരിലുള്ള വയോജന സംഘമാണ് ഇവിടെ നടക്കുന്നത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ, വാർഡ് മെമ്പർമാരായ ദാമോദരൻ, ലക്ഷ്മി തമ്പാൻ, എം ജി പുഷ്പ, പഞ്ചായത്ത് മെമ്പർമാരായ കെ രവീന്ദ്രൻ, എം വി മധു, പഞ്ചായത്ത് തല വയോജന സമിതി പ്രസിഡന്റ് ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, സെക്രട്ടറി കെ വാസു എന്നിവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൃഷ്ണൻ മാസ്റ്റർ സ്വാഗതവും ICDS സൂപ്പർവൈസർ ഗൗരിശ്രീ കെ വി നന്ദിയും പറഞ്ഞു. തുടർന്ന് ഹോസുർഗ് ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ക്ലാസ് എടുത്തു. തുടർന്ന് നടന്ന വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികൾ ഏറെ ശ്രദ്ധേയമായി. നാടൻപാട്ട് കലാകാരൻ സനൽ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലാ കലോത്സവം വേദി സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുന്നു. കൊണ്ടംപുഴി GHSSൽ കലോത്സവം നടത്താനാണ് തീരുമാനമായതെങ്കിലും കലോത്സവ നടത്തിപ്പ് ഏറ്റെടുക്കാൻ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടെന്ന് സ്കൂൾ അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നവംബർ 24 മുതൽ 28 വരെ കലോത്സവം നടത്താനാണ് ഡി ഓഫീസിലേക്ക് അറിയിപ്പ് നൽകിയത്. കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് വൻ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. അപകടത്തിൽ ഒരു കാർ തലകീഴായി മറിഞ്ഞു. ഇക്ബാൽ ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. ഹോസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ കലോത്സവം 28 മുതൽ നവംബർ 1 വരെ കോടോത്ത് ഡോക്ടർ അംബേദ്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി അറിയിച്ചു. ചിറ്റാരിക്കാൽ ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 3 മുതൽ പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. 20 വർഷങ്ങൾക്കു ശേഷമാണ് പാലാവയൽ കലോത്സവത്തിന് ആതിഥ്യമരുളുന്നത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് രാവണീശ്വരം ഒറവുംകരയിൽ നിർമ്മിച്ച കബഡി കോർട്ടിന്റെ ഉദ്ഘാടനം നടന്നു. മന്ത്രി AK ശശീന്ദ്രൻ കബഡി കോർട്ട് നാടിന് സമർപ്പിച്ചു. ശാസ്ത്രീയ അടിത്തറ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് അത്യാവശ്യമുണ്ടെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ചട്ടഞ്ചാലിലെ സ്വാതി ഓഫ്സെറ്റ് പ്രിന്റ് പ്രസിന്റെ നവീകരിച്ച കെട്ടിടവും ഇൻക്യുബേഷൻ സെന്ററും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരിസ്ഥിതി സംരക്ഷണത്തിന് നാട്ടിൻപുറ സ്പീഷീസുകൾ കരുത്താകണമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കാർഷിക ജൈവ വൈവിധ്യ സ്പീഷീസ് പ്രഖ്യാപന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കാസർഗോഡൻ കുള്ളനും ബേടകം തെങ്ങും പുതിയ സ്പീഷീസുകളായി മന്ത്രി പ്രഖ്യാപിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.